ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഹൂത്തി വിമതർ വീണ്ടും ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിൽ വീണ്ടും യമനിലെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ അറിയിക്കുന്നു. യമനിൽ നിന്നും വിക്ഷേപിച്ച ഹൂത്തികളുടെ മിസൈലുകൾ തടയുന്നതിൽ പരാജയപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് മധ്യ ഇസ്രയേലിൽ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. മിസൈലുകൾ വന്ന് പതിക്കുന്നതിന് മുമ്പായി അപായ സൈറനുകൾ മുഴങ്ങിയിരുന്നു. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഒരു പ്രൊജക്ടൈൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇതാണ് ഇസ്രയേലി സൈന്യത്തിന്റെ ടെലിഗ്രാം കുറിപ്പിൽ പറയുന്നത്. ടെല്ലവീവിന് കിഴക്കുള്ള ബനേബ്രാക്കിലാണ് പ്രൊജക്ടൈൽ പതിച്ചതെന്ന് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെതിരായ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്ന് യമനിലെ ഹൂത്തികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഗാസയിലെ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഹൂത്തികൾ അറിയിച്ചത്. അതേസമയം ടെല്ലവീവ് മേഖലയിലെ മിസൈൽ ആക്രമണം വിജയിച്ചത് ഇസ്രായേൽ സൈന്യത്തിന്റെ $1 ബില്യൺ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരിമിതികളാണ് വ്യക്തമാക്കുന്നതെന്ന് ഹൂത്തി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽ ജസീറ ചാനലും റിപ്പോർട്ട് ചെയ്തു. ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം കേവലം ഒരു സായുധ സംഘടനയായ ഹൂത്തികളുടെ മുന്നിൽ പോലും പരാജയപ്പെടുകയാണ്. ഇത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന നാണക്കേട് കുറച്ചൊന്നുമല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മാസം 9-ന് മധ്യ ഇസ്രായേൽ നഗരം യാവിനിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയും ഹൂത്തികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ടെലവീവിൽ കഴിഞ്ഞ ജൂലൈയിൽ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ യമനിലെ ഹൂത്തികൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകളും ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഈ ഭീഷണി വർദ്ധിച്ചു വന്നതോടെ അമേരിക്കയും ബ്രിട്ടനും സനയിലെ ഹൂത്തി കേന്ദ്രങ്ങളും ആക്രമിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഹൂത്തികൾ പിന്മാറാൻ തയ്യാറായതുമില്ല. പിന്നീട് അമേരിക്കയുടെ ഒരു കൂറ്റൻ യുദ്ധക്കപ്പലിനെ വരെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഹൂത്തികളുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലും യമനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഹൊദൈദയിലെ തുറമുഖത്തും സനയിലെ പവർ സ്റ്റേഷനുകളുമാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. ഈ ആക്രമണങ്ങൾക്കിടെ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തലസ്ഥാനമായ സനയിലെ 2 പവർ സ്റ്റേഷനുകളിലും ഹൊദൈദയിലെ എണ്ണ കേന്ദ്രത്തിലും അസ്സാലിഫ്, റാസ് ഇസ തുറമുഖങ്ങളിലും പുലർച്ചെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ബോംബിട്ടിരുന്നു. യമനിൽ നിന്ന് രാജ്യത്തെ ലക്ഷ്യമാക്കി എത്തിയ ഒരു മിസൈലിനെ വെടിവെച്ചിട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്.